ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എണീച്ചു, പല്ല് വെച്ചിട്ടില്ല, പല്ല് വയ്ക്കണം. ഞാനിപ്പോൾ എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ്. പിന്നെ വൈകുന്നേരം അമ്മമ്മയുടെ വീട്ടിൽ പോകും. ഇപ്പം ഇവിടെയാണ്. അപ്പം നമുക്കിനി പല്ലൊക്കെ തേച്ച് ഒരാൾ പല്ലൊക്കെ തേക്കാൻ പോയേക്കും. അപ്പം അവൾ പല്ലൊക്കെ തേച്ചിട്ട് വരട്ടെ. ഗൈസ്, അവൾ വന്നു ഗൈസ്. അപ്പം നമുക്ക് പല്ലൊക്കെ തേച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ പല്ലൊക്കെ കുളിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ. കുളിയൊക്കെ ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാക്ക് വ്യൂ അല്ല, ഫ്രണ്ട് വ്യൂ. പൊന്നു ക്യാമറ സുന്ദരി കാണിക്കും. വലിയ മാവുണ്ട്, ആ മാവ് മുറിച്ചോ. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്ന് അതാണ് ചിറ്റപ്പ്. അതായത് ഇവളുടെ അച്ഛൻ. ഇവിടെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത നമുക്കൊരു അമ്പലമാണ്. ഇന്നലെ നമുക്ക് സാഹചര്യങ്ങൾ അനുവദിക്കാത്തത് കൊണ്ട് അമ്പലത്തിലെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ പറ്റില്ല, ഒന്നും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തൃക്കലഞ്ഞ് മഹാദേവ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രസിദ്ധമായിട്ടൊരു അമ്പലമാണ്. ഇവിടെയാണ് നമ്മുടെ പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ കെട്ടാഴ്ച ഇവിടെ. ഏറ്റവും വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ കെട്ടുകുതിര കൊണ്ടുപോകുന്ന അമ്പലത്തിലാണ്. എനിക്ക് കാണാൻ വരാൻ പറ്റില്ല. മൂന്നാമത്തെ സ്ഥാനം ഇവിടുത്തെ സ്ഥാനമാണ് തൃക്കലഞ്ഞ് അമ്പലത്തിലാണ്. അപ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ല. രാവിലെ അമ്പലത്തിൽ പോകാനൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നത്. സൗണ്ടിൻ്റെ ചെറിയ പ്രശ്നം വരും, കാരണം ഫ്രണ്ടിൽ റോഡാണ്, വണ്ടികളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കാണുന്ന ആൾക്കാർ പ്ലീസ്. അപ്പോൾ അതാണ്. ഇനി നമുക്ക് താഴോട്ടൊക്കെ പോകണം. കുഞ്ഞമ്മ ഇവിടെ എന്തൊക്കെ സ്പെഷ്യലല്ല പുട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ കുഞ്ഞമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകും, ചിറ്റപ്പനിപ്പോൾ അമ്മയെ കൊണ്ട് പോകും. അതുകൊണ്ട് ഞാനിവിടെ മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പറ്റുമെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. താഴോട്ട് പോവാണ്. താഴെ ഫിഷ് ടാഗ് ഇരിപ്പുണ്ട്. ഇതിൻ്റെ മെയിൻ ഒരു കുഞ്ഞാളെ കാണാൻ ആളെ കാണിച്ചു തരാം. ഫിഷ് ടാഗ് കുറച്ചേക്കാൻ കുഞ്ഞമ്മ വിളിച്ചു. കഴുകിട്ട് കാണിക്കും. ജസ്റ്റ് ഒന്ന് കാണിക്കും. നമുക്ക് പോയി അടുക്കളയിൽ എന്തെന്നോ. ഹായ് എടുക്കമ്മ. ഹായ്. പൊന്നോ ഒടുക്കത്താ. പിന്നെ ചിക്കൻ കറിയും പുട്ട് പഴം പുഴുങ്ങിയതും ആന്റി കൂടെ കാണിക്കോ. പഴം പുഴുങ്ങിയിട്ട് ഹായ് കാണിക്കൂ. യൂട്യൂബിൽ വരും. മെയിൻ പട്ടി നാറി. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. കാഴ്ചകൾ മനസ്സിലായി. ലക്ക് നല്ല ഉറക്കമാണ്. ഇന്നലെ രാത്രി കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അവള് നല്ല ഉറക്കമാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ലക്കുവിന് എന്ത് കിട്ടും? ലക്കുവിന് എന്ത് വരും? ഇവിടെയുണ്ട് അറിയത്തില്ല. അധികം വൈകാതെ നമുക്ക് അറിയാൻ പറ്റില്ല കുട്ടപ്പൻ എന്താവില്ലേന്ന്. നമുക്ക് ഇവിടുത്തെ പുറം കാഴ്ചകൾ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് ഇത്രയും ഉള്ള കാർ കളക്ഷനാണ്. കാർ പ്രാന്തി. ഇതിൻ്റെ ഇടയ്ക്ക് അറിയാതൊരു ബൈക്ക് വന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഇഷ്ടം കൊണ്ട് വാങ്ങിച്ചതാ. ഈ റോയൽ എൻഫീൽഡ് ഇഷ്ടമാണ്. ഇത് മൊത്തം ഇവർക്ക് കിട്ടിയതാണ്. പിന്നെ ഡാൻസറാണ്. ഒരു തട്ടുമുട്ടൊക്കെ കേട്ട്. സോ ലെറ്റ്സ് ഗോ ഔട്ട്സൈഡ്. പുറത്തെ കാഴ്ചകൾ കാണാം. ഇഷ്ടമാണ് പുറത്തെ കാഴ്ചകൾ കണ്ടത്. എൻ്റെ ശരി മഴ തന്നെ നോക്കാൻ കഴിയില്ല. ഇട്ട് കുഞ്ഞുങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അവിടെ ഒരു ഊഞ്ഞാല് വരുന്നുണ്ട്. ഊഞ്ഞാൽ
ഉടനെ വരും. എന്തായാലും ഇല്ല. അത്യാവശ്യം നല്ല രസമാണ്. ഇവിടെ അത്യാവശ്യം ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പുറത്തെ വീടാണ്, പക്ഷെ അവിടെ ചാമ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ വീട്ടിൽ പറഞ്ഞ പോലെ കുറേ ചെടികൾ, ഒരുപാടൊന്നും ഇല്ല, കുറച്ചധികം ചെടികൾ ഇവിടെയുണ്ട്. പേരൊന്നും തൽക്കാലം പറയുന്നില്ല, കാരണം ജസ്റ്റ് വീഡിയോ ഒരുപാട് ലോങ് വീഡിയോ നമുക്ക് ഇല്ല. അത് നമുക്ക് കുഞ്ഞു വീഡിയോസാക്കി ഇങ്ങനെ കട്ടാൻ പറ്റും. ഇവിടെ കുറേ പൊക്കമുണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ചെടിയുണ്ട്, അത് അവിടെ നിർത്തുന്നതാണ്. നമ്മൾ അവിടെ കണ്ടതിൽ വ്യത്യസ്തമായിട്ട് ഒരു ചെടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ റോസ് ചെല്ലൊരു തെറ്റി കണ്ടോ, റോസ് തെറ്റിയാണ്. ഇഷ്ടംപോലെ റോസാപ്പൂ ഉണ്ട്. റോസാപ്പൂ അത്യാവശ്യം കുഞ്ഞുങ്ങൾക്ക് അവിടെ അമ്മുമ്മയ്ക്ക് കളക്ഷൻ, നമ്മുടെ ബൊഗെയിൻവില്ല ആണെങ്കിൽ ഇവിടെ കുഞ്ഞമ്മയ്ക്ക് കളക്ഷൻ റോസാപ്പൂ. ഭംഗിയുണ്ട്, നല്ല ഭംഗിക്ക് കണ്ടോ. എങ്ങനെ പനിയാണ്, ചെറിയ പന. പറഞ്ഞു കൂട്ട് വേണ്ട. അവിടെ കാണുന്നതൊക്കെ കുഞ്ഞു വ്യത്യസ്തങ്ങളായ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. മാവുണ്ടായിരുന്നു, നല്ല അടിപൊളി കുഞ്ഞ് മാവ് രസത്തിന് നല്ല രസമായിരുന്നു. പക്ഷെ മുറിച്ചോ പിന്നെ കുറച്ച് കച്ചാറ് വാഴ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അടുത്ത കാഴ്ചകൾ അടീനിയുണ്ട്. അടീനിയുണ്ട്. അടീനി നമുക്ക് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പൂത്തിട്ടില്ലായിരുന്നു. ഇവിടെ പൂവുണ്ട്. എൻ്റെ അമ്മ ഫുഡിന് വേണ്ടി വിളിക്കുന്നുണ്ട്, ഫുഡ് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പുട്ടും നല്ല ചിക്കൻ കറി. എന്തെങ്കിലും അവളവിടെ പകുതി മുക്കാലും കഴിച്ച് തീർത്തു. ഇല്ല, തുടങ്ങിയതേ ഉള്ളൂ. അവൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുട്ടും ചിക്കൻ കറിയൊക്കെ നല്ല അടിപൊളി ചിക്കൻ കറി കിട്ടും. നല്ല ചൂട് ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് പതുക്കെ വരാം. നമുക്ക് ലക്കിക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. Hello guys. ഇവിടെ മൽപ്പിടുത്തമാണ് കേട്ടോ. സെർലാക്ക് എന്ന് പറയുന്നൊരു സാധനം ഈ കുട്ടി കഴിക്കത്തില്ല. ബാക്കി എന്ത് ഞങ്ങൾ കഴിക്കും, സെർലാക്ക് മാത്രം. താല്പര്യം സെർലാക്ക് അവർക്ക് കഴിക്കുന്ന ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. നമ്മൾ ലക്കിയെ എടുത്തു പെണ്ണിൽ ഉപ്പ് കയറിക്കൂടെ കുഞ്ഞുകാരെ കുഞ്ഞുകാള നല്ല ലക്കുമ്മ നല്ല ലക്കുമ്മ തല വിട്ടോ. ലക്കുനും കൂടെ താഴെ പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോകാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാല് വാക്സ് ചെയ്യാൻ പോകും. മുടിയിൽ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. മനസ്സിലായോ? മനസ്സിലായി. നമ്മൾ വാക്സ് ചെയ്യാൻ പോവാണ് കേസ്. നല്ല ഒടുക്കത്തെ വെയിൽ കേസ്. നമ്മൾ സൺസ്ക്രീനും ഒരു കുന്തം ഇട്ടില്ല, നിന്ന നിപ്പിൽ ഡ്രസ്സും മാറി തലയും കെട്ടി ഇറങ്ങി വന്നു പോവാണ് കേസ്. നല്ല ഒടുക്കത്തെ വെയിൽ കേസ്. നമ്മൾ സൺസ്ക്രീനും ഒരു കുന്തം ഇട്ടില്ല, നിന്ന നിപ്പിൽ ഡ്രസ്സും മാറി തലയും കെട്ടി ഇറങ്ങി വന്നു. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. നല്ല ഒടുക്കത്തെ വെയിൽ എന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ. അതിൻ്റെ സൗണ്ടൊന്നും ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. നമുക്ക് കടയിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, കാണുന്ന കണ്ടോ കയ്യാ, അവിടാണ് നമ്മൾ വാക്സ് അടിക്കാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് വാക്സിങ് ആണ് ഗൈസ്. അപ്പോൾ എൻ്റെ അനുഭവം എന്തായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. സോ ലെറ്റ്സ് ലുക്ക്. ഞാൻ മിക്കവാറും കിടന്ന് കരയും. നമുക്ക് നോക്കാം എന്താണ് അവസ്ഥയെന്ന്. നീ വീഡിയോ പിടിച്ചോ? സത്യമായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അത് ചോദിച്ചു. ഉറുമ്പ് പഠിക്കുന്നതന്നെ ഉള്ളൂ ഇല്ലേ ആൻറ്റി? ഉണ്ടോ? ഓ, അത്രയും പോലും ഇല്ല, എനിക്ക് വേനയില്ല.
മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പിന്നെ തണുപ്പോ? ഞാൻ ഫസ്റ്റ് ടൈം ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതെന്തൊരു പാട്. എടാ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. നമ്മൾ ബ്യൂട്ടി പാർലറിൽ നിന്നൊക്കെ ഇറങ്ങി ഈ സൗന്ദര്യം എനിക്കൊരു ശാപമാവുമോ ഇട്ടുണ്ണാനെ? മിക്കവാറും മഹാറാണിമാർ അറിഞ്ഞാലേ. എന്താ ചെയ്ത? ചുമ്മാ ഓർഡർ ചെയ്തു. ബ്ലോഡർ ചെയ്യണോ? എന്താ ചെയ്ത് കഴിച്ചു? ഞാൻ മുടിയുടെ അറ്റം ഒന്ന് വെട്ടിയായിരുന്നു. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. ഇവിടെ പിടി, വീട്ടിൽ പോയിട്ട് കാണാം. ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ അമ്പലം. ഗൈസ്, ഇതാണ് നമ്മൾ രാവിലെ പറഞ്ഞ അമ്പലം, തൃക്കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രം. ഇപ്പം അമ്പലത്തിൻ്റെ അകത്തൂടെ വരാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ അതിൻ്റെ അകത്തൂടെ വന്നത്, അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതാണ് അമ്പലം. അമ്പലത്തിൽ കയറാൻ പറ്റും. കയറാൻ പറ്റും. തൽക്കാലം ഉള്ളിൽ കയറാൻ പറ്റത്തില്ല. നമ്മൾ വേറെ വഴി കൂടെ ജസ്റ്റ് ഒന്ന്, നല്ല ചൂടായതുകൊണ്ട് ഒരു നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് പോവാണ്. ഇവിടെ എവിടെയോ കടയുണ്ടെന്നാണ് ഇവൾ പറഞ്ഞത്. ഇതാണ് അമ്പലം. ഓക്കെ, അടിപൊളി അമ്പലം കേട്ടോ. പറ്റുവാണെങ്കിൽ ഇപ്പം ഉച്ച ആയതുകൊണ്ട് കുട മാറ്റം കൂട്ടും. കൃഷ്ണ കാര്യങ്ങളും കുടിക്കാം. നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് അടിപൊളി നാരങ്ങ കേട്ടോ. പൊന്നിന് എരി ഉണ്ടായിരുന്നു, എനിക്ക് എരിയില്ലായിരുന്നു. സോഡ നാരങ്ങയായിരുന്നു. ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ഡിസ്കൗണ്ട് അതെ, എവളെ കൊണ്ട് പോയപ്പോൾ എനിക്ക് ഡിസ്കൗണ്ട് കിട്ടി. ഇനി നമ്മൾ വീട്ടിൽ പോകുന്നു. ബാക്കി വീട്ടിൽ ചെന്നിട്ട് കാണാം. നേരത്തെ പറഞ്ഞ നാരങ്ങളൊക്കെ കുടിച്ചിട്ട് നമ്മളത് അമ്പലത്തിൻ്റെ അകത്തൂടെ വരുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇതാട്ടോ അമ്പലം. അടിപൊളി അമ്പലമാണ്. കാണിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് കാണിക്കത്തില്ല. നമ്മൾ വൈകിട്ട് ഇവിടെ ഇല്ല. അപ്പം അല്ലായിരുന്നെങ്കിൽ നമ്മൾ വൈകുന്നേരം അമ്പലത്തിലൊക്കെ വരുമ്പോൾ കാണിച്ചു തരാമായിരുന്നു. ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇത് കണ്ടോ, ഇതാണ് കാളയുടെ ആ ഒരു ഉത്സവമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എല്ലായിടത്തും മാറ്റി. ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളി വെയിലാണ്. ഒരു എന്താ അപ്പോഴത്തേനും ഒടുക്കത്തെ ചൂട്, ഭയങ്കര ചൂട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കാര്യം എന്താ, നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ആവണമെന്നില്ല. പക്ഷെ മാക്സിമം നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് വലുതായിട്ടൊന്നും ഇല്ല. ഓക്കെ, ബാക്കി നമുക്ക് വീട്ടിൽ ചെല്ലാം. അങ്ങനെ കൊണ്ടോ. ഓക്കെ കേസ് കണ്ടോ. ഇത് നമ്മുടെ ഇത് കൃഷ്ണൻ്റെ കേട്ടോ. കൃഷ്ണനല്ല, ഇത് ഇത് ഗണപതി കേട്ടോ. സോറി ഭഗവാനെ, ആള് മാറി. ഇത് നമ്മളെ അമ്പലത്തിലെ ഓഡിറ്റോറിയമാ. അപ്പോൾ ഇതാ സദ്യാലയം. നല്ല അടിപൊളി അമ്പലമാണ്. ഫോട്ടോ ബെസ്റ്റ്. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും. ഞാൻ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ കൊടുക്കാം. സൈഡ് കൊടുക്കാൻ എനിക്ക് അറിയത്തില്ല കേസ്, ഞാൻ പഠിച്ചു വരണത്. ഞാൻ കൊടുത്തോളാം. എവിടെ കൊടുക്കും. അപ്പം നമ്മൾ ഇടി കുട മാറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകുവാണ്. വഴിയൊക്കെ അടിപൊളി വഴിയാണ്. എത്രമാത്രം ക്ലിയർ, ഞാൻ വീണ്ടും പറയുന്നുണ്ട്, എത്രമാത്രം ക്ലിയറാണെന്ന് അറിയത്തില്ല. ഇത് അത്രയും വെയിലാട്ടോ. ഞങ്ങൾ തന്നെ ഒരു പരുവായി.
ഒരു നാരങ്ങളത്തിന് ബലത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടെ ഉത്സവ സമയത്തൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ നിറച്ച ആളാണ്. ഞങ്ങളൊക്കെ മുമ്പ് ഉത്സവമായിരുന്ന സമയത്ത് ഈ മതിലിൻ്റെ മണ്ടയിലായിരുന്നു. ഒരുപാട് ക്ലിപ്പൊന്നും നമ്മൾ എടുക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് വോയിസ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണെന്ന് തോന്നും. അതിന് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. സോ മാക്സിമം സൗണ്ടിൽ സംസാരിക്കുന്നുണ്ട്, എന്നിരുന്നാലും കിട്ടണമെന്നില്ല. സോ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഓക്കെ, കണ്ട ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഗൈസ്. നമുക്ക് വീട്ടിൽ പോകാം. ജംഗ്ഷൻ തൊട്ടടുത്ത് ജംഗ്ഷന്. അതെ, നമ്മളെ വീട്ടിലെത്തി. അടൂരൊക്കെ പോകാൻ കഴിയും. അപ്പതേ നമ്മൾ അമ്മേ ഇപ്പം വിടനെ വീട്ടിലെത്തി ഗൈസ്. വീട് കാണിച്ചിട്ടില്ല, ഇതാണ് വീട്. ഇവിടെ നമ്മൾ ചെല്ലുന്നത് നോക്കി ഒരാൾ കാത്തിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിൽ കയറാം. ലക്കമ്മ, ലക്കമ്മ. ഉച്ചക്കത്തെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ അത് കാണിക്കത്തില്ല. ആ, സാലഡ് ഉണ്ട്, നല്ല ഫ്രൈഡ് റൈസ് ഉണ്ട്, വേറെ എന്തൊക്കെയുണ്ട് കേട്ടോ. എനിക്കിത് ഇഷ്ടമാണെന്ന് അറിയാം. അതെ, അതുകൊണ്ട് ഞാൻ വിളമ്പും. ഞാൻ അതുകൊണ്ടാണ് വെച്ചത്, അല്ലെങ്കിൽ ഞാൻ സാധാ ചോറ് മതി. ഞാൻ വേണമെങ്കിൽ പിന്നെ വാങ്ങിക്കാം. വെച്ചിട്ട് ഞാൻ പോയാൽ മതി. ഞാൻ എനിക്ക് വാ വയ്ക്കാം. കപ്പലണ്ടി ഇപ്പം കപ്പലുണ്ട്, അണ്ടിപ്പരിപ്പ് ഇഷ്ടം. അത് അവിടോട്ട് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ചിക്കൻ കറി. നല്ല ചിക്കൻ കറി. നിനക്ക് ഇഷ്ടമുള്ള കഷ്ണം എനിക്ക് കഷ്ണം തക്കാളി ഇന്ന് വേണ്ടായിരുന്നു. എടുത്തേ പറ്റൂ. എടുക്കടേ വലിയ കഷ്ണം, ഒരു ചെറിയ കഷ്ണം, ഒരു ചാറാണ് ആവശ്യം. വരുന്നില്ലല്ലോ ഇത്. മതി, ഇത് ചാറ് കുറച്ച് കൂടുതലിട്ടാൽ മതി. ബാക്കി ഞാൻ വേണമെങ്കിൽ എടുത്തോളാം. അടുത്ത മുരുകനാന്നുള്ള ചിക്കൻ ഫ്രൈ. എനിക്ക് എല്ല് മതി കേട്ടോ. എല്ലിനില്ല, ഞാൻ മാംസമാണ് എടുത്തത്. എന്താ പരിപാടിയത്? ഓക്കെ, മതി 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 മതി, പിന്നെ ചോദിച്ചോളാം. ആ, സാലഡ് ഉണ്ട്, നല്ല ഫ്രൈഡ് റൈസ് ഉണ്ട്, വേറെ എന്തൊക്കെയുണ്ട് കേട്ടോ. എനിക്കിത് ഇഷ്ടമാണെന്ന് അറിയാം. അതെ, അതുകൊണ്ട് ഞാൻ വിളമ്പും. ഞാൻ അതുകൊണ്ടാണ് വെച്ചത്, അല്ലെങ്കിൽ ഞാൻ സാധാ ചോറ് മതി. ഞാൻ വേണമെങ്കിൽ പിന്നെ വാങ്ങിക്കാം. വെച്ചിട്ട് ഞാൻ പോയാൽ മതി. ഞാൻ എനിക്ക് വാ വയ്ക്കാം. കപ്പലണ്ടി ഇപ്പം കപ്പലുണ്ട്, അണ്ടിപ്പരിപ്പ് ഇഷ്ടം. അത് അവിടോട്ട് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ചിക്കൻ കറി. നല്ല ചിക്കൻ കറി. നിനക്ക് ഇഷ്ടമുള്ള കഷ്ണം എനിക്ക് കഷ്ണം തക്കാളി ഇന്ന് വേണ്ടായിരുന്നു. എടുത്തേ പറ്റൂ. എടുക്കടേ വലിയ കഷ്ണം, ഒരു ചെറിയ കഷ്ണം, ഒരു ചാറാണ് ആവശ്യം. വരുന്നില്ലല്ലോ ഇത്. മതി, ഇത് ചാറ് കുറച്ച് കൂടുതലിട്ടാൽ മതി. ബാക്കി ഞാൻ വേണമെങ്കിൽ എടുത്തോളാം. അടുത്ത മുരുകനാന്നുള്ള ചിക്കൻ ഫ്രൈ. എനിക്ക് എല്ല് മതി കേട്ടോ. എല്ലിനില്ല, ഞാൻ മാംസമാണ് എടുത്തത്. എന്താ പരിപാടിയത്? ഓക്കെ, മതി 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 മതി, പിന്നെ ചോദിച്ചോളാം. നല്ല ചിക്കൻ ഫ്രൈ. നെക്സ്റ്റ് അച്ചാർ. നമ്മൾ അച്ചാർ എടുക്കാം. ഏതച്ചാർ വേണം? ഏതച്ചാറുണ്ട് നമ്മളടുത്ത്? മറ്റേ അച്ചാർ ഏതാ? മാങ്ങ. അടുത്ത് നമ്മൾ സ്പെഷ്യൽ ലവ്ലോലിക്ക് അച്ചാർ കണ്ടോ. ഇനി അടുത്തത് സ്പെഷ്യൽ ചുതേണ്ടിയുടെ മാങ്ങ അച്ചാർ. കുഴപ്പമില്ല, ഇതല്ലേ അമ്മൂമ്മയുടെ അച്ചാർ. ഇനി വേറെ ഇത് എൻ്റെ ആൻറ്റീൻ്റെ അച്ചാറുള്ളത്. അതാ ഞാൻ തരാൻ പറഞ്ഞത്. ലതാവും വരെ നമ്മളത് ഇത് ലതാവും വരെ നല്ല സൂപ്പർ ലവ്ലോലിക്ക് അച്ചാർ. അടുത്ത അച്ചാർ ഇപ്പോൾ ഉണ്ട്, ഇപ്പം വരും. അതേ വരുന്നു മാങ്ങ അച്ചാർ. ഇപ്പം വരും, കിട്ടും. നല്ല സൂപ്പർ മാങ്ങ അച്ചാറുണ്ട്. മതി, ഓക്കെ.
ഗൈസ് നല്ല ടേസ്റ്റി ഫ്രൈഡ് റൈസ് ചിക്കൻ കണ്ടോ, നല്ല ടേസ്റ്റി ഫ്രൈഡ് റൈസ് ചിക്കൻ, മാങ്ങാച്ചാറ്, സാലഡ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ലോലോലിക്ക് വെച്ച് വലിയ പ്ലേറ്റിലുണ്ടല്ലോ. ഗൈസ് നമ്മളിങ്ങി വന്നു, പക്ഷേ പറ്റിപ്പോയി ഗൈസ്, കറണ്ടില്ല. ഒട്ടും കറണ്ട് ഇവിടെ ഇന്നലെ വൈകിട്ട് പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല. കറണ്ട് വരുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണത്. എന്ത് ചെയ്യുന്നൊരു പിടിയില്ലാതെ ഇരിക്കുകയാണ്. കറണ്ട് വരുമെന്ന് അറിയത്തില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ രാത്രി. ഇങ്ങനെ ഫുഡൊന്നും കഴിക്കുന്നില്ല. ഇന്നത്തെ അടുക്കള ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഫുഡില്ല. അപ്പം എന്താ അടുത്ത വീഡിയോയിൽ കാണുന്നത്. ബൈ.